മൂന്നാം ഊഴത്തിന്റെ പടിവാതിലിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ. സ്ഥാനാർത്ഥി പര്യടനത്തിന് കാറമേലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കും. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ രാപ്പകൽ ഭേദമില്ലാതെ തിരക്കിട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. പടിഞ്ഞാറ് ഏഴുമല മുതൽ കിഴക്ക് പുളിങ്ങോം വരെയുള്ള പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഓടിയെത്താനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി TI മധുസൂദനൻ. ഷാളണീച്ചും പടക്കം പൊട്ടിച്ചും കിരീടമണിയിച്ചുമെല്ലാമാണ് സ്ഥാനാർത്ഥിയെ പലയിടത്തും പ്രവർത്തകർ സ്വീകരിക്കുന്നത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും സാന്നിധ്യമാണ് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികളിലെ പ്രധാന പ്രത്യേകത. ഇടതുപക്ഷം മൂന്നാം ഊഴത്തിന്റെ പടിവാതിലാണെന്ന് പയ്യന്നൂർ കാറമേലിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ TI മധുസൂദനൻ പറഞ്ഞു. എല്ലാ വ്യാജ പ്രചരണങ്ങളെയും പയ്യന്നൂരിലെ ജനത തള്ളിക്കളയുമെന്നും TI മധുസൂദനൻ പറഞ്ഞു. മൂന്നാം ഊഴത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ സൂചകങ്ങളാണ് കേരളത്തിലുടനീളം കാണുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുക. LDF ഇത്ര സീറ്റ് കിട്ടും, UDF ഇത്ര സീറ്റ് കിട്ടും. തലവാചകം പറയുന്നത് UDF കൂടുതൽ സീറ്റ് കിട്ടും. പക്ഷേ ഓരോ ജില്ലയിലും കിട്ടുന്ന സീറ്റ് എണ്ണി നോക്കുമ്പോൾ LDF-നാണ് മുന്നിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സത്യമല്ലാത്ത കാര്യങ്ങൾ കൂടി പ്രചരിപ്പിക്കും. അതിനെല്ലാം ഇടയിൽ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി 10 വർഷം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലെ തുറന്ന പുസ്തകമാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചെയ്യണം, അതിൽ തുടർച്ച വേണം. ഇതാണ് ഇടതുപക്ഷം മുന്നോട്ട് ചെയ്യുന്നത്. പയ്യന്നൂരിലും അഭിമാനകരമായിട്ടുള്ള വികസന നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു. ഇടതുപക്ഷത്തിന്റെ ഇരുക്കുകോട്ട എന്നാണ് ചില മാധ്യമങ്ങൾ പയ്യന്നൂരിനെ എഴുതുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.